നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 616 616. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 616 111 സർഗം. കംസപത്നി വിലാപവും ഭഗവത് സാന്ത്വനവും. അതിൽ 17ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. സർവഭൂതങ്ങളെ കാത്തുകൊള്ളുവതെന്നും ഈശ്വരൻ ആകയാൽ വേദനിപ്പിക്കായിക ആരെയും മതിയുള്ളവൻ. നല്ല മനസ്സുള്ളവർ ഒരു കാരണവശാലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ കണ്ടിരുന്നാൽ അയാൾ സ്വർഗത്തിലാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും, അത് ഈ സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ദുഃഖമില്ലാത്തൊരു ലോകം എന്നാണ്. ആ ദുഃഖമില്ലാത്തൊരു ലോകം നമുക്ക് കിട്ടും. എങ്ങനെ? ആകയാൽ വേദനിപ്പിക്കായിക ആരെയും മതിയുള്ളവൻ, നല്ല മനസ്സുള്ളവൻ എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത്, നന്ദാത്മജനോട് ഈ വണ്ണം വൈരം നമ്മൾക്കൊരിക്കലും നന്നല്ലെന്ന എത്രയോ ഞങ്ങൾ അന്നെല്ലാം ചൊല്ലിയില്ലയോ. നന്ദാത്മജനോട്, ശ്രീകൃഷ്ണനോട് ഇത്ര വൈരം പാടില്ല എന്ന് കംസനോട് കംസപത്നിമാർ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ഭർത്താവായി ഭാര്യമാർ പറഞ്ഞത് കേൾക്കാനുള്ള ഗുണം അദ്ദേഹത്തിന് ഇല്ലാത്തത് കാരണം എന്താണ്, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെയായി. പരമശൈലി. നന്ദാത്മജനോട് ഈ വണ്ണം വൈരം നമ്മൾക്ക് ഒരിക്കലും നന്നല്ല എന്ന് എത്രയോ ഞങ്ങൾ എല്ലാം ചൊല്ലിയില്ലയോ. കേട്ടില്ല അത് ഉരത് ചെയ്തിട്ടു ഫലമില്ലേതുമേവനും. ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ല എന്ന് മാത്രമല്ല, ഇത് പറയുന്നത് ഫലമില്ല എന്ന് കാണിച്ചു തന്നു. എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടില്ല അത് ഉര ചെയ്തിട്ട് ഫലമില്ലേതും ഏവനും. അന്ത്യകാലം അടുത്തേടിൽ അമൃതം പ്രിയമായി വരാ. എന്താ ഉപദേശം? ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് എവിടെയോ ഇസ്രായേൽ പലസ്തീൻ ബോംബ് ആക്രമണം, പലസ്തീനിൽ കുറേ വീടുകൾ, വലിയ വലിയ സൗധങ്ങൾ നഷ്ടപ്പെടുകയാണ്. ആൾക്കാർ നെട്ടോട്ട് ഓടുകയാണ്. ഞാൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദി പാർട്ടി, എനിക്കങ്ങനെ ഇല്ല. കാരണം ലോകത്തിൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ആ ഈശ്വരനെ ശരിക്കും അറിയാത്തത് കാരണം പല വിഭാഗങ്ങളുണ്ടായി. പലരും അവരവരുടെ ഭാഗങ്ങളെ സേഫാക്കി എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ സനാതനധർമ്മം അങ്ങനെയല്ല. അന്ത്യകാലം അടുത്തേടിൽ അമൃതം പ്രിയമായി വര. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ഈ യൂണിവേഴ്സൽ ട്രൂത്തിനെ മറക്കുക കാരണമാണ് നമ്മൾക്ക് ഇച്ഛാഭംഗങ്ങൾ വരുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം ഞാനും ഒരു യൂട്യൂബറാണ്. പക്ഷേ എനിക്ക് 1654 സബ്സ്ക്രൈബേഴ്സ് 4 കൊല്ലം കൊണ്ട്. പക്ഷേ ഐ ആം ദി ഹാപ്പിയസ്റ്റ്. കാരണം ഇതിൻ്റെ പേരിൽ ഞാൻ സനാതനധർമ്മത്തെ വർണ്ണിക്കുന്നതായ പല നല്ല ഗ്രന്ഥങ്ങളും പറഞ്ഞ് ഒരു 3000 ചില്ലാൻ പ്രഭാഷണം എനിക്ക് ചെയ്യാൻ സാധിക്കുക. അത് ഞാനൊരു അച്ചീവ്മെൻ്റായിട്ടാണ് കണക്കാക്കുന്നത്. കാശല്ല കാര്യം. ശാന്തിയും സമാധാനവും പറഞ്ഞ മനസ്സിലായില്ല. അത് കാശ് കൊടുത്താൽ കിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു മലയാളി പയ്യൻ്റെ 5 കോടി സബ്സ്ക്രൈബേഴ്സായിട്ടുള്ളത് കണ്ടു. ഞാൻ 5 കോടി. ആകെ കേരളത്തിൽ ജനസംഖ്യ 3.5 ഉള്ളൂ. അപ്പോൾ 5 കോടിയായി. അപ്പോൾ അവൻ്റെ ഫിലിം എടുത്തുനിന്ന് ഇതിട്ടതിൽ അവൻ പറയാണ്, എന്തോ ഡയമണ്ട് ബട്ടൺ ഒട്ടയാണ് അത്ര ഇതിന് കിട്ടുക. അതായത് ഒരു ബെൽ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അവന് 10 കോടി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഞാനും പ്രാർത്ഥിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടോ, ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് ഈശ്വരനെ മറന്ന് ചെയ്യരുത്. അപ്പോൾ അതിൽ നിന്ന് ഏതെല്ലാം തരത്തിൽ ഫിനാൻഷ്യൽ അച്ചീവ്മെൻറ്റ് കിട്ടും, അതെല്ലാം ഈശ്വരീയ കൃപ അനുഭവിക്കാൻ ഇവിടെ പറയണ്ടായി. നന്ദാത്മജനോട് ഈ വണ്ണം വൈരം നമ്മൾക്ക് ഒരിക്കലും നന്നല്ല എന്ന് എത്രയോ ഞങ്ങളെല്ലാം ചൊല്ലിയല്ലയോ. അതിൻ്റെ മുമ്പത്തെ ശ്ലോകം, സർവഭൂതങ്ങളെ കാത്തുകൊള്ളുവതെന്നും ഈശ്വരനാകയാൽ വേദനിപ്പിക്കായക ആരെയും മതിയുള്ളവൻ. അങ്ങനെയായിട്ട് ഇരുന്ന് മരിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ആർക്കും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ കണ്ട് സന്തോഷ ചിത്തന്മാരായിട്ടിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ അന്ത്യകാലം അടുത്തേടിൽ അമൃതം പ്രിയമായി വരാ. ഇത് എല്ലാവർക്കുള്ള ഉപദേശമാണ് പരമശൈലി. ഇനി അടുത്ത ശ്ലോകം 20. അന്യൻ ചൊല്ലിയിടുകിൽ കേൾക്കില്ല അഭിമാനികൾ ഊഴിയിൽ. വേറൊരാൾ നല്ലത് പറഞ്ഞാൽ ദുരഭിമാനികൾ അത് ഉൾക്കൊള്ളില്ല. അത് എല്ലാ ജീവജാലങ്ങളും എല്ലാ മനുഷ്യരും എല്ലാ മതവിഭാഗത്തിലുള്ളവരുടെ സ്ഥിതി ഇതാണ്. അത് അവരൊക്കെ തന്നെ ഒരു വിനയായിട്ട് വരും. അന്യൻ ചൊല്ലിയിടുകിൽ കേൾക്കില്ല അഭിമാനികൾ ഒഴിയിൽ അവമാനം തനിക്ക് എന്നോർത്ത് ആവിധം താൻ നശിക്കയാം. ഈ ദുരഭിമാനമാണ് നമ്മൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. പ്രിയമല്ലെങ്കിലും പഥ്യം കേൾക്കിൽ മോദിക്കും ഉത്തമൻ. നമ്മളിതിൽ വരണം. പ്രിയമല്ലെങ്കിലും പഥ്യം കേൾക്കിൽ മോദിക്കും ഉത്തമൻ. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഒരാൾ പറഞ്ഞാൽ അത് പഥ്യമായിട്ട് എടുക്കണം. ആപത്ത് അങ്ങേക്ക് ഇത് മുഖസ്തുതി കേട്ടുളവായതാം. പ്രിയമല്ലെങ്കിലും പഥ്യം കേൾക്കിൽ മോദിക്കും ഉത്തമൻ. ആപത്ത് അങ്ങേക്കിത് മുഖസ്തുതി കേട്ടുളവായതാം. ദൈവത്തെ വൽവാനാവില്ല പൗരുഷത്തിനു പാരിതൽ. ഇതിനേക്കാൾ വലിയ ഒരു പഠിപ്പില്ല. എന്താ പഠിപ്പ്? ദൈവത്തെ വെൽവാനാവില്ല പൗരുഷത്തിനു പാരിതൽ. ഇപ്പം പൗരുഷമാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. പൗരുഷം വേണം. എന്തിന്? മറ്റുള്ളവരെ സഹായിക്കാൻ. മറ്റുള്ളവരെ നിന്ദിക്കാനോ ഉപദ്രവിക്കാനോ പൗരുഷം പാടില്ല. ദൈവത്തെ വെൽവാനാവില്ല പൗരുഷത്തിനു പാരിതിൽ. അത് എത്ര കാൺകിലും മർത്യനറിയുന്നില്ല ഒരിക്കലും. ഇവൻ്റെ കഷ്ടകാലമാണ് അറിയാത്തത്. കംസൻ്റെ കഷ്ടകാലം, രാവണൻ്റെ കഷ്ടകാലം, ഇങ്ങനെ ഓരോരുത്തരുടെയും കഷ്ടകാലമാണ് നന്മ ചെയ്യാൻ സാധിക്കാതെ കൊണ്ട് വരുന്നത്. അഘൻ ഭഗൻ തൃണാവർത്തൻ പ്രലംബൻ കേശി ധേനുകൻ അരിഷ്ടൻ തൊട്ട് പേർ കേട്ട ബല വൈദഗ്ധ്യശാലികൾ. ഇവരാരും മോശക്കാരായിരുന്നില്ല. അഘൻ, അകാസുരൻ, ബകാസുരൻ, തൃണാവർത്തൻ, പ്രലംബൻ, കേശി, ധേനുകൻ, അരിഷ്ടൻ തൊട്ട് എത്രയോ ആൾക്കാർ ബലശാലികളായിരുന്നു. പക്ഷേ ചെറിയൊരു കുഞ്ഞിൻ്റെ അടുത്ത്, കൃഷ്ണൻ്റെ അടുത്ത് തോറ്റുപോയി. കാരണം എന്താ? ആ കുഞ്ഞ് ഈശ്വരനാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ ജീവിതം നന്നാവും. മരിച്ചു നേരിൽ കണ്ടിട്ടും അതേ വഴിയിലൂടവേ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞയച്ചിട്ടുള്ള ബലശാലികളൊക്കെ തിരിച്ചു വരാത്ത രീതിയിലായിട്ടും പാഠം ഉൾക്കൊണ്ടില്ലല്ലോ ഭർത്താവേ കംസ നീയേ എന്നാണ് കംസപത്നിമാരെ ദുഃഖിക്കുന്നത്. മരിച്ചു നേരിൽ കണ്ടിട്ടും അതേ വഴിയിലൂടവേ മടിക്കാതങ്ങ് ഈ വണ്ണം നടന്നല്ലോ മഹാമതേ. വലിയ മനസ്സിൻ്റെ ഉടമയായിരിക്കേണ്ട ആൾ ഇങ്ങനെ ചീറ്റിപ്പോയില്ലോ എന്ന് അവരെ പരിതപിച്ചു. ചാണൂരമുഷ്ടികന്മാരെ ചതച്ചളവിലെങ്കിലും വസുദേവാത്മജന്മാരെ വിളിപ്പിച്ച് അവരോടുടൻ വിരോധകാരണം പിന്നോർ വാക്കാണെന്നറിയിക്കുകിൽ. ചാണൂരമല്ലന്മാരെ തൻ്റെ മുമ്പിൽ വെച്ച് ഇടിച്ച് ഉരുട്ടി പഞ്ഞിയാക്കിയത് കണ്ടിട്ടെങ്കിലും, കുവലയാപീഠത്തിനെ വധിച്ചത് കണ്ടിട്ടെങ്കിലും ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഒരു അശരീരിയുടെ പേരിൽ എൻ്റെ പെങ്ങളുടെ മക്കളായിട്ടുള്ള നിങ്ങളെ ഞാൻ ദുഷ്ടവചനങ്ങളെ കൊണ്ടും ദുഷ്ടപ്രവർത്തികളെ കൊണ്ടും ഉപദ്രവിച്ചിട്ടുണ്ട്, എനിക്ക് മാപ്പ് തരണം എന്നൊരു കാര്യം അങ്ങയുടെ തിരുവായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ മംഗല്യഭാഗ്യം നഷ്ടം വരുമായിരിക്കുന്നോ എന്നാ ചോദ്യം. വാക്കുകളില്ല.
അപ്പോൾ നമ്മൾ ഈ 7 ദിവസം കാണിച്ചു കൂട്ടുന്നതാണോ സപ്താഹം? ഇമാതിരി ചോദ്യങ്ങളും ആൻസറുകളും ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനസമൂഹം നന്നാവില്ലേ ഹരിദാസേ? ഹരിദാസൻ്റെ പേരെടുത്തിട്ട് കുറേ ദിവസമായി ഞാൻ. അപ്പോൾ മറ്റുള്ളവരുടെ വെൽബീയിങ്സിൽ സന്തോഷിക്കാനും മറ്റുള്ളവരുടെ പോരായ്മയിൽ അനുകമ്പ തോന്നാനും സാധിച്ചാൽ ആ ഈശ്വരീയതയുടെ മുമ്പിൽ നമ്മുടെ ശിരസന്മാരായിട്ടിരിക്കുക. മനസ്സുകൊണ്ട് എല്ലാവർക്കും നന്മ വരുത്തണമെന്ന് പ്രാർത്ഥിക്കാൻ 10 പൈസ ചെലവുണ്ടോ? ഇല്ല. വിരോധ കാരണം വെണ്ണോർവാക്കാണെന്നറിയുകിൽ സന്ധിക്കുമായിരുന്നില്ലേ സംബന്ധികൾ നൃപോത്തമാ. എന്താ പ്രാസം? സന്ധിക്കുമായിരുന്നില്ലേ സംബന്ധികൾ നൃപോത്തമാം. കണ്ടാലെന്നല്ല കൊണ്ടാലും അറിയായവതു കഷ്ടമാം. ഇതൊക്കെ നല്ല നാടൻ വാക്കുകളാണ്. കണ്ടാലെന്നല്ല കൊണ്ടാലും അറിയായവതു കഷ്ടമാം. ദേവികീതനയൻ കേൾപ്പാൻ ഈ വിധം ചൊല്ലി. പിന്നെയും ശ്രീകൃഷ്ണ പരമാത്മാവിന് ബോധം വരുന്ന രീതിയിൽ ഇവരുടെ നിഷ്കളങ്ക സ്നേഹം ഭർത്താവിനോട് അല്ലെങ്കിൽ ഭഗവാനോടുള്ള നിസ്തുല ബുദ്ധി അവർ എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. കണ്ടാലെന്നല്ല കൊണ്ടാലും അറിയാവതു കഷ്ടമാം. ദേവഗീതനിയൻ കേൾപ്പാൻ ഈ വിധം ചൊല്ലി. പിന്നെയും കഷ്ടം ഈ നൃപനെ കൊൽക മാത്രമോ ചെയ്തതിന്നിവൻ. ഇയാളെ വെറുതെ കൊല്ലി മാത്രമാണ് ചെയ്തത്. അല്ല, ഞങ്ങൾ തന്നോട് മംഗല്യം മറുത്തേടുക കൂടിയും. ഞങ്ങൾക്ക് മംഗല്യം ഇല്ലാതെ ഉണ്ടായില്ലേ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? അപ്പോൾ അമ്മയെ തല്ലിടുന്നോനും ന്യായം ചൊല്ലും. അതേവിധം അമ്മാമനെ കൊല്ലുവാനുമുണ്ടോ ശാസ്ത്രങ്ങൾ വല്ലതും. ഇനി പരിതപിക്കുകയാണ്. ഇതുവരെ നീതിയുക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി പരിതപിക്കുകയാണ്. പരിതപിക്കാൻ വലിയ കാരണമൊന്നും വേണ്ട. അമ്മയെ തല്ലിടുന്നോനും ന്യായം ചൊല്ലും. അതേവിധം അമ്മാമനെ കൊല്ലുവാനുമുണ്ടോ ശാസ്ത്രങ്ങൾ വല്ലതും. ഭർത്താവോടൊപ്പം ചെതയിൽ ചാടാൻ തോന്നാതിരിക്കുവാൻ അവരെ കൊണ്ട് കർത്തവ്യം ചിലതുണ്ടെന്നു കാണുകയാൽ. ശ്രദ്ധിക്കണം. ഭർത്താവോടൊപ്പം സതി ഉടമ്പടി ചാടാൻ തോന്നാതിരിക്കുവാൻ അവരെ കൊണ്ടു കർത്തവ്യം ചിലതുണ്ടെന്നു കാണുകയാൽ സംഘർഷണനോടും ചേർന്നു സർവകാര്യ വിചക്ഷണൻ അരികിൽ ചെന്നു കൈകൂപ്പി ഓതിനാൻ വിശ്വവത്സലൻ. ഈ ഒരു ടേണിങ് പോയിൻ്റ് സാധാരണക്കാർക്ക് പിടികിട്ടില്ല. കൃഷ്ണൻ തഥാസ്തു എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരുന്നു വിചാരിക്കുക. എന്താ ഉണ്ടാവുക? ഇവരെ രണ്ടാളും കംസൻ്റെ ശരീരം ദഹിക്കുമ്പോൾ അതിൽ ഉടന്തടി ചാടി അവസാനിപ്പിക്കും. പക്ഷെ കൃഷ്ണന് അതല്ല ആഗ്രഹം. പിന്നെന്താ? ഇവരുടെ പിതാവായിരിക്കുന്ന ജരാസന്ധനോട് പോയിട്ട് ഇങ്ങനൊക്കെ ഞങ്ങൾക്ക് വന്നില്ലേ എന്ന് പരിതപിച്ച് കരയണം. അപ്പോൾ തൽക്കാലം ഉടന്തടി ചാടണ്ട എന്നുള്ള നിലയിൽ ഭഗവാൻ കൗശലത്തോടു കൂടി തൻ്റെ മായയെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ്. ഈ കഥയുടെ ട്വിസ്റ്റാണത്. നേരെ മറിച്ച് ഇങ്ങനെ അവർ ഉടന്തടി ചാടിച്ചാൽ കുറേ കഴിഞ്ഞിട്ടാൽ ജരാസന്ധൻ അറിയുള്ളൂ. മാത്രമല്ല കൃഷ്ണനോട് എതിര് തോന്നില്ല. പക്ഷെ കൃഷ്ണൻ്റെ ജന്മനിയോഗം എന്താ? കൃഷ്ണൻ്റെ ജന്മനിയോഗം ഭാരതത്തിലുള്ള ആസുരീയ വിചാര വിചക്ഷണന്മാരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. എനിക്കറിയില്ല ഞാൻ എന്താ പറഞ്ഞത് എന്നുള്ളത്, എനിക്കറിയാം കേട്ടോ. പക്ഷെ ഭഗവാൻ പറയിപ്പിച്ചു വികാര വിചക്ഷണന്മാർ അല്ലേ. അപ്പോൾ 18 പ്രാവശ്യം 23 അഷ്ടൗണിപ്പടയോട് കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ 18 × 23 എത്ര വെച്ചാൽ അത്രയും അക്ഷൗഹിണിപ്പടകളെ ഭൂഭാരം തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിനെ വധിക്കാൻ ജരാസന്ധനെ വധിപ്പിക്കേണ്ടത് ഭീമനെ കൊണ്ട് അതും ഒരു നിയോഗമാണ്, ശാസ്ത്ര നിയോഗമാണ്. അതുകൊണ്ടാണ് അവരെ കൊണ്ടു കർത്തവ്യം ചെലുതുണ്ടെന്നു കാണുകയാൽ. അതൊക്കെ വായിച്ച് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം തന്നെ വേണം. ഐ ആം സോ പ്രൗഡ്. എന്താ പ്രൗഡ്?
ഭഗവാൻ എന്നെ ഇത്രയും, അതായത് 95 മുതൽക്ക് 24 വരെയുള്ള കാലത്തിൽ എന്തൊക്കെ വായിപ്പിച്ചു, എന്തൊക്കെ യൂട്യൂബിൽ പറഞ്ഞു. അതുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ആലോചനക്കുറവിനാൽ ഞങ്ങൾക്ക് ഈ വിധമൊക്കെയും വന്നുപോയുള്ള വല്ലാത്തൊരപരാധം പൊറുക്കണം. ഒരു ശ്രീകൃഷ്ണൻ കംസപത്നിമാരോട് ക്ഷമയോചിക്കുകയാണ്. പറഞ്ഞോ, ആലോചനക്കുറവിനാൽ ഞങ്ങൾക്ക് ഈ വിധമൊക്കെയും വന്നുപോയുള്ള വല്ലാത്തൊരപരാധം പൊറുക്കണം. എന്താ ഇതിനർത്ഥം പറയാം? നമ്മൾക്കൊരു ചെറിയൊരു വീഴ്ച ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളല്ലേ, അതാണ് മായ. കേഴായക ഒരിക്കലും നിങ്ങളീ വിധം വീരപത്നികൾ, കംസൻ്റെ വീരപത്നികളാണ്. നിങ്ങളിങ്ങനെ കേഴാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല. കേഴായക ഒരിക്കലും നിങ്ങളീ വിധം വീരപത്നികൾ, എത്രയും പേർ പുകഴ്ന്നുള്ള ജരാസന്ധൻ്റെ പുത്രികൾ. നിങ്ങളാരാ? ജരാസന്ധൻ്റെ പുത്രികൾ. എത്രയും പേർ പുകഴ്ന്നുള്ള ജരാസന്ധൻ്റെ പുത്രികൾ, ഭാവി കൃത്യങ്ങൾ വേണ്ടും പോലൊക്കെ ചെയ്തിടുവിൻ ക്ഷണം. ഉടന്തടി ചാടല്ല വേണ്ടത്. നിങ്ങളുടെ ദുഃഖത്തിനെ നിങ്ങളുടെ അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ആളി കത്തിക്കണം. അത് പറഞ്ഞോ? ഇല്ല, പറയാണ്ട് പറഞ്ഞു. എന്നാൽ അവിടുന്ന് പുറപ്പെടുകയായി. 18 പ്രാവശ്യം ആണ് വരുന്നത്. ഭാവി കൃത്യങ്ങൾ വേണ്ടും പോലൊക്കെ ചെയ്തിടുവിൻ ക്ഷണം. അമ്മാമന്നെഴും ആത്മാവിനതാണ് ആനന്ദകാരണം. അമ്മാവിൻ്റെ ആത്മാവിന് അതാണ് ആനന്ദം ഉണ്ടാവാനുള്ള കാര്യങ്ങളത്. മരുമകൻ്റെ എന്താ പറയുക, മരുമകൻ്റെ ജീവിത അവതാര ഉദ്ദേശം തീർക്കലാണ് അമ്മാവന് സന്തോഷം എന്നാണ് പറയിപ്പിച്ചത്. ഇതിനാണ് വാക്ചാതുര്യം എന്ന് പറഞ്ഞത്. അതിന് അദ്ദേഹം ആരുടെ പെർമിഷൻ എടുത്തു? ഏട്ടൻ്റെ പെർമിഷൻ എടുത്തു. സംഘർഷനോടും ചേർന്ന് സർവകാര്യ വിചക്ഷണൻ അരികിൽ ചെന്ന് കൈകൂപ്പി ഓതിനാൻ വിശ്വവത്സലൻ. വിശ്വത്തിനോട് വാത്സല്യമുള്ള ആളാണ്. ഇതൊക്കെ വായിച്ചിട്ടാണ് അനുഭൂതി ഉണ്ടാവേണ്ടത്. സാറ്റർഡേ സൺഡേ ഇരുന്ന് വായിക്കുക, അല്ലാണ്ട് ചീട്ട് കളിക്കുകയും കള്ളു കുടിക്കുകയും അല്ല വേണ്ടത്. ഭാവി കൃത്യങ്ങൾ വേണ്ടും പോലൊക്കെ ചെയ്തിടുവൻ ക്ഷണം. അമ്മാമെന്നെഴും ആത്മാവിനതാണ് ആനന്ദകാരണം. മഴയും വെയിലും പോലെ സുഖദുഃഖങ്ങൾ ഈശ്വരൻ മനസ്സിൻ്റെ വളർച്ചയ്ക്കു വേണ്ടി താൻ അരുളുന്നതാം. എന്താ പറഞ്ഞത്? മഴയും വെയിലും പോലെ സുഖദുഃഖങ്ങൾ ഈശ്വരൻ മനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി താൻ അരുളുന്നതാം. ഞാൻ അഭിപ്രായക്കാരനല്ല, പിന്നെയോ ഈ മനസ്സിൻ്റെ വളർച്ച എന്തായിരിക്കണം? ഭഗവാന്റെ തിരുപാദപത്മത്തിൽ എന്താന്നാ പറയുക, ഒരു തരത്തിലുള്ള ആഗ്രഹാഭിലാഷങ്ങളും എക്സ്പ്രസ് ചെയ്യാറുണ്ട്. കടമയാണ്, കടപ്പാടാണെന്ന് പറഞ്ഞ് നമ്മളെ സ്വയം സബ്മിറ്റാവുക. മനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി താൻ അരുളുന്നതാം. എൻ്റെ അച്ഛൻ പറയും, അന്നന്നത്തെ ദിവസത്തിന് ഈശ്വരന് നന്ദി പറയണമെന്ന്. അന്നന്നത്തെ ദിവസത്തിന് എനിക്കത് ആലോചിക്കാൻ സാധിക്കണില്ല. ഇങ്ങനെ ഒരു ഉപദേശം. കാലത്ത് ഭാരതപ്പുഴയിൽ കുളിച്ച് അമ്പലത്തിൽ പോയിട്ട്, ഈറിനോട് കൂടി അമ്പലത്തിൽ പോയിട്ട് നെറ്റി മുഴുവൻ വരച്ച് കുറിയിടണം, തീർത്ഥം വാങ്ങി കഴിക്കണം. എന്നിട്ട് ഈ പട്ടാമ്പി പടിഞ്ഞാറേമഠം അമ്പലത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, സരസ്വതി പൂജയൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ വെച്ച് നമസ്കാരം ഭഗവതി സേവയൊക്കെ നടക്കുന്ന ആ വാതിൽ മാടത്തിലെ അച്ഛനിരുന്ന് ഭാഗവതം പാരായണം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അമ്പലത്തിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ ഒന്ന് മുരട അടക്കണം. അപ്പോൾ അച്ഛനൊന്ന് നോക്കും, അച്ഛൻ തലോണ്ടൊന്ന് കാണിക്കും. മസ്റ്ററിങ് ആണത്, മസ്റ്ററിങ്. ദിവസത്തിന് സമ്പുഷ്ടാക്കാനുള്ള കാര്യം അത് കഴിഞ്ഞ് കിടക്കുമ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ അച്യുതാനന്ദ ഗോവിന്ദ നല്ല ബുദ്ധി തന്നെ, നല്ല വിദ്യ തന്നെ പറഞ്ഞിട്ട് കിടക്കണം.
എത്ര നമസ്കരിച്ചാലും പോരാ ആ പിന്നെ അച്ഛൻ്റെ കാക്കിൽ അത്രയും ഗഹനമായിട്ടുള്ള ഉപദേശങ്ങൾ. അതൊക്കെ 100-110% ശരിയാണെന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള ഒരു ഉത്തേജനമാണ് അന്നത്തെ അനുഗ്രഹാശസ്സുകൾ എന്നുള്ളത് ഞാനിപ്പം മനസ്സിലാക്കുകയാണ്. മഴയും വെയിലും പോലെ സുഖദുഃഖങ്ങൾ ഈശ്വരൻ മനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി താനരുളുന്നതാം. അതോർത്ത് ശാന്തമായി തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങണം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, എന്തൊക്കെ പ്രശ്നങ്ങളും തീരാ ദുഃഖങ്ങൾ വന്നാലും അതോർത്ത് ശാന്തമായി തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങണം. ദുഃഖങ്ങളെ ഓർത്തിട്ടല്ല, ഈ ദുഃഖങ്ങൾ ശീതോഷ്ണങ്ങളെ പോലെ പതിവാണെന്നും അത് ഈശ്വരൻ്റെ ഹിതമാണെന്നും ഈശ്വരൻ്റെ ഹിതത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരറിവ് നമുക്കുണ്ടായാൽ മതി. ഈ വണ്ണം ആശ്വസിപ്പിച്ചു തെളിഞ്ഞ ഇന്ദീവരേക്ഷണൻ ജയിൽ വാതിൽ തുറപ്പിച്ചാൻ ജനമൊട്ടാകെ വാഴ്ത്തവേ. എല്ലാവരും ജയ് ജയ് വിളിക്കുകയാണ്, തൻ്റെ അച്ഛനമ്മമാരെ വിടിവിക്കാൻ പോവുകയാണ്. ജയിൽ വാതിൽ തുറപ്പിച്ചാൻ ജനമൊട്ടാകെ വാഴ്ത്തവേ. കനത്ത കൈച്ചങ്ങലകൾ തങ്ങൾ തന്നെ അഴിച്ചുടൻ. അച്ഛനും അമ്മയ്ക്കും കനത്ത ചങ്ങല കൊണ്ട് കയ്യും കാലും കെട്ടിയിട്ടുണ്ട്. തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ചങ്ങലകൾ അഴിച്ചു. അതാണ് കടമയും കടപ്പാടും. അത് ചെയ്തവർക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ചെയ്ത ആൾക്കാരുടെ കാലിൻ്റെ ചോട്ടിലാണ്. എനിക്കിത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പറയാൻ സാധിക്കില്ല, അത്രയ്ക്കുള്ള വിവരമില്ല എനിക്ക്. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേനെ. ഇത്രയും സൗന്ദര്യാത്മകമായിട്ടുള്ള കൃതികൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടും നമ്മൾക്കത് വായിക്കാനോ അതിൻ്റെ അർത്ഥതലങ്ങളിൽ കൂടെ ജീവിതത്തിൻ്റെ വിപരീത ഹർഡിൽസിനെ മറികടക്കാൻ സാധിക്കുന്ന ഒരു ആനന്ദാനുഭൂതി ഉണ്ടാക്കുന്ന സംഗതികളാണിതൊക്കെ. അത് നമുക്ക് അന്യം നിൽക്കില്ലേ ചെയ്യുന്നത്. ജയിൽ വാതിൽ തുറപ്പിച്ചാൻ ജനമൊട്ടാകെ വാർത്തവേ. കനത്ത കൈച്ചങ്ങലകൾ തങ്ങൾ തന്നെ അഴിച്ചുടൻ ആനന്ദം മലതല്ലിയിടും അവർ തൻ ചരണങ്ങളിൽ. വസുദേവർക്കും ദേവിക്കും ഇത്ര ആണ് ആനന്ദം എന്ന് പറയാൻ വയ്യ. ആനന്ദം അലതല്ലിയിടും അവർ തൻ ചരണങ്ങളിൽ. നമസ്കരിച്ചെഴുന്നേറ്റു കൈകൂപ്പി വിനയത്തോടും. നമ്മളിത് കേൾക്കുന്ന ആൾക്കാർ അച്ഛനമ്മമാർ ഉണ്ടെങ്കിൽ അവരൊന്ന് നമസ്കരിക്കുക, കൈകൂപ്പി നിൽക്കുക. ഇല്ലെങ്കിൽ വിളക്ക് വെച്ച് നാരായണൻ്റെയോ അയ്യപ്പൻ്റെയോ മുമ്പിൽ വിളക്ക് വെച്ച് നിൽക്കുമ്പോൾ ആ വിളക്കിൽ അച്ഛനും അമ്മയുണ്ട് എന്ന് വിചാരിച്ചിട്ട് മുട്ടുകുത്തി നമസ്കരിക്കുക സ്ത്രീകൾ. ആണുങ്ങൾ വീണ് ദണ്ഡ നമസ്കാരം ചെയ്യുക. നിങ്ങളുടെ മനസ്സിലുള്ള വ്യാധികൾ പോവാണ്ടിരിക്കില്ല. മനസ്സ് സോ സ്ട്രോങ് ആവും. കാരണം നിങ്ങളുടെ അച്ഛനമ്മമാരെ നമസ്കരിക്കണമെന്ന് പറയാൻ ഞാനാരാ? ഞാനല്ല പറഞ്ഞത്, എന്നെക്കൊണ്ട് ഭഗവാൻ പറയിപ്പിച്ചതാ. ഇത് കേൾക്കുന്ന ആൾക്കാരെ ഞാൻ അറിയില്ല, കാണുന്നില്ല. നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ കാണൂല്ല. പക്ഷെ നിങ്ങൾക്കുണ്ടാവുന്നൊരു മാനസിക പരിവർത്തനം ഉണ്ടല്ലോ, അതിൽ ആറിലൊന്ന് എനിക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുമ്പോൾ ഞാൻ മനസ്സിലാവും, ഭഗവാന്റെ അടുത്ത് ആരൊക്കെയോ മുട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വിചാരധാരയാണ് എൻ്റെ അസറ്റ്. ആ അസറ്റ് എത്രയാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അതിന് തൂക്കി നോക്കാൻ ഈ പ്രപഞ്ചത്തിലൊരു ത്രാസില്ല. ഹിമാലയത്തിനെ തൂക്കി നോക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ അപ്പം നമസ്കരിച്ചെഴുന്നേറ്റ് കൈകൂപ്പി വിനയത്തോടും അലിവാർന്ന് അമ്മയച്ഛന്മാരുടെ ലാളനമേൽക്കുവാൻ രാമനും കൃഷ്ണനും കാത്തു മുന്നിൽ തന്നെ വിളങ്ങവേ. ഇനി ആ അച്ഛനമ്മമാർ ഞങ്ങളെ രണ്ടാളെ ഒന്ന് ഹഗ് ചെയ്താൽ മതി, ഞങ്ങളുടെ ശരീരം ഒന്ന് കോരിത്തരിപ്പിക്കത്തക്ക വിധത്തിലായാൽ മതി എന്ന് മനസ്സിൽ വിചാരിച്ചും കൊണ്ടാണ് അവർ രണ്ടാളും അനങ്ങാതെ നിൽക്കണം അവിടെ. അതിൽ അവസാനത്തെ ശ്ലോകം വരുന്നു, 40-ാമത്തെ. ദേവകീ വസുദേവന്മാരെടുത്തില്ല കിടാങ്ങളെ ജഗദീശ്വരരാണെന്ന് ഓർത്തുളവാം ഭയഭക്തിയാൽ. ഇത് എൻ്റെ മക്കളല്ല, സാക്ഷാൽ സംഘർഷണമൂർത്തിയും മഹാവിഷ്ണുവും ആണെന്നുള്ളൊരു രീതിയിൽ അവരും കൈകൂപ്പി നിന്നു. ഇനി അടുത്തേലറിയാം
ഭഗവാൻ മായയെ പ്രയോഗിച്ച് ഇവർ ഞങ്ങളുടെ കിടാങ്ങളാണ് എന്നുള്ളൊരു ബോധം അവർക്ക് വരുത്തി കാര്യം നേടും ഭഗവാൻ. ദേവകീ വസുദേവന്മാരെടുത്തില്ല കിടാങ്ങളെ ജഗദീശ്വരരാണെന്ന് ഓർത്തുളവാം ഭയഭക്തിയാൽ ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ഏകാദശോത്തരശതമസർഗ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 112 സർഗം. വസുദേവദേവിമാരോട് കൃഷ്ണൻ്റെ ക്ഷമായാചനം, ഉഗ്രസേനൻ്റെ രാജാഭിഷേകം. കേട്ടോളൂ, കുറച്ചുകൂടി ഒരു 5 മിനിറ്റ്. ഒന്നാമത്തെ ശ്ലോകം 112 സർഗം. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണ 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 നാരായണ. എനിക്ക് ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ സാധിക്കുന്നില്ല. ഐ വാണ്ട് ടു ട്രെയിൻ മൈ മൈൻഡ്. ആ മട്ടിൽ അമ്മയച്ഛന്മാർക്ക് ആത്മജ്ഞാനം ഉദിക്കുകിൽ. ആത്മജ്ഞാനം ഉദിച്ചാലുണ്ടാവുന്ന പ്രശ്നം അതാണ്. എന്നാ വേണേ ഇനി ആ മട്ടിൽ അച്ഛന്മാർക്ക് ആത്മജ്ഞാനം ഉദിക്കുകിൽ. ഇനി ഇതിപ്പോൾ തുടങ്ങിയിട്ടില്ലുള്ളൂ. 10-11 വയസ്സ് 12 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇനി ഇദ്ദേഹത്തിന് 125 പേരെ ലീലകൾ കാണിക്കണ്ടേ? അപ്പോൾ അച്ഛനമ്മമാർ ഇപ്പം തന്നെ ഞാൻ ദൈവമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം നടക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ആ മട്ടിൽ അമ്മയച്ഛന്മാർക്ക് ആത്മജ്ഞാനം ഉദിക്കുകിൽ അണയാ പുത്രവാത്സല്യം മാധുര്യം അഖിലോത്തമം. സാധാരണക്കാരൊക്കെ ഭഗവാൻ ജീവിച്ച് കാണിക്കുകയാണ്. അപ്പോൾ 11 വയസ്സ് വരെ കംസൻ്റെ കാരാഗൃഹത്തിൽ കഴിച്ചു കൂട്ടിയിട്ടുള്ള അച്ഛനമ്മമാരെ ആദ്യമായിട്ട് പുത്രസ്നേഹം അണപൊട്ടി ഒഴുകാനുള്ള ഒരു അന്തരംഗം, ഒരു അന്തരീക്ഷം ഭഗവാൻ സൃഷ്ടിക്കുകയാണ് അവിടെ. അപ്പോൾ അണയാ പുത്രവാത്സല്യം മാധുര്യം അഖിലോത്തമം ബ്രഹ്മരുദ്ര മഹേന്ദ്രാദിദേവന്മാർക്കും സുദുർലഭം. ബ്രഹ്മാവിനോ പരമശിവനോ ഇങ്ങനൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ എത്രയോ ആൾക്കാർ ഭാഗവതം പഠിച്ചിട്ടുണ്ടാവും. ഇല്ല. ബ്രഹ്മാവിന് അവരുടെ അച്ഛനമ്മമാരൊന്ന് കെട്ടിപ്പിടിക്കേണ്ട സൗകര്യം വന്നിട്ടില്ല. ഭഗവാൻ മഹാവിഷ്ണുവിന് ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും അത് ആവോളം അനുഭവിക്കാൻ സാധിച്ചു. ബ്രഹ്മരുദ്രമഹേന്ദ്രാദിദേവന്മാർക്കും സുദുർലഭം ഞാൻ ഈ വിധം പ്രസാദിക്കിൽ മോക്ഷം സുലഭമേവനും. ഏവനും സുലഭമാണ്. പൂർണ്ണനാം എന്നിൽ ഈ വണ്ണം പുത്രപ്രേമത്തിനാം പണി. അല്ലേ? പരിപൂർണനായിരിക്കുന്ന ഭഗവാനോട് പുത്രവാത്സല്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് മായ, അപ്പോൾ അവരെ മായ തീണ്ടിയിട്ടില്ല. പൂർണ്ണനാം എന്നിൽ ഈ വണ്ണം പുത്രപ്രേമത്തിനാം പണി എന്നോർത്ത് ഒട്ടേറെ അലിവാർന്ന് അത്തരം നിജമായയാൽ ഭഗവാന്റെ മായ കൊണ്ട് മയക്കി മെല്ലവേ ചൊല്ലി, മയക്കി മെല്ലവേ ചൊല്ലി. ഈ വലിയ ഓപ്പറേഷന് എങ്ങനെയാണ് ബോധം കെടുത്തുക? അതേമാതിരിയാണ്. ഞാൻ ചെറിയൊരു ഓപ്പറേഷൻ, എൻ്റെ കാലുമ്പിലൊരു മുഴ വന്നിട്ട് എനിക്ക് എന്നെ മയക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താ ഡോക്ടറുടെ പേര് പറയാ, എന്തൊരു ടെർമിനോളജി ഉണ്ട്. അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളല്ല, ഈ ബോധം കെടുത്തുക ഡോക്ടർ. അവർ എന്നോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഞാൻ അടുത്തതിൻ്റെ ഡോസ് നിങ്ങളുടെ ഹൈറ്റിനും വെയ്റ്റിനും ശകനശക്തിക്ക് അനുസരിച്ചാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഈ എന്താണെന്നാ പറയുക, ഈ മയക്കുമരുന്ന് അതാണല്ലോ തരുന്നത്, ക്ലോറോഫോമോ അങ്ങനത്തൊക്കെ ചെറിയ ഇഞ്ചക്ഷനിൽ. ഇപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ മകൾ ആ ഒരു പ്രൊഫഷനാണ് MD-ഷിപ്പിൽ പഠിക്കുന്നത്. അപ്പോൾ എനിക്കത് വായിൽ വരണില്ല, നിങ്ങൾക്കറിയാം, നിങ്ങൾ എഴുതിക്കോളൂ. അനസ്തേഷ്യസ്റ്റ് വന്നു അനസ്തേഷ്യ തരാം. അപ്പോൾ അവർ പറയും 1 മുതൽ 2 പറയും ഇവർ.
1 2 3 4 10 തികയില്ല, അപ്പോഴേക്കും പോയിട്ടുണ്ടാവും, നമ്മൾ ബോധമില്ലുണ്ടാവും. അവരെ കീറി മുറിച്ച് കെട്ടി ഇതിൻ്റെ ഡോസ് കഴിയുമ്പോൾ അവർ ഹായ് രാജഗോപാൽ ഹൗ ആർ യു അങ്ങനെ കവളത്തൊക്കെ തട്ടി ഭയങ്കര സ്നേഹം അവർക്ക് നമ്മളോട്. തലയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് അപ്പം കാണാം മെല്ലെ കണ്ണുകളും വിളിക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ചുഴറ്റി വരും, നമ്മുടെ തലയിലേക്ക് വീഴുമോ വിചാരിക്കും. അങ്ങനെ നിൽക്കും. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഭാഗവതം DC ബുക്സിൻ്റെ ഭാഗവതം പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലൊരിടത്ത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ഈ ബോധം തലവേദന വരിക, തലതിരിച്ചിൽ വരിക, അതിൽ നിന്ന് നമ്മൾ മടങ്ങി വരുമ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? മറന്ന് കിടക്കാൻ പാടില്ല, ചെരിഞ്ഞ് കിടക്കണം, കണ്ണടയ്ക്കണം. ശരിക്കും നമ്മുടെ കണ്ണാണ് ചുഴറ്റണത്, അല്ലാണ്ട് ആസ്പത്രി ഒന്നായിട്ട് ചുഴറ്റല്ല ചെയ്യുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അടുത്ത് അത് വായിച്ചപ്പോൾ ഞാൻ മൈ ഗുഡ്നെസ്, നമ്മുടെ ഋഷീശ്വരന്മാർ എത്ര വലിയ ആൾക്കാരാണ്, എത്ര വലിയ ആൾക്കാരാണ്. ഇതൊക്കെ അവർ 3 ഡയമെൻഷനിൽ കണ്ടിട്ടല്ലേ എഴുതിയിട്ടുള്ളത്. കണ്ണാണ് ചുഴറ്റുക, തല ചുറ്റുമ്പോൾ കണ്ണാണ് കണ്ണിൻ്റെ പെർഫെക്റ്റ്നെസ് പിടിച്ച് നിൽക്കാനുള്ള കണ്ണൊരു സോക്കറ്റിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മേപ്പട്ടും കീപ്പട്ടൊക്കെ ആവും. അത് ചുഴറ്റുമ്പോഴാണ് ഈ എല്ലാം കൂടി വീണതായിട്ട് നമുക്ക് തോന്നുക. അപ്പം ഈ സയൻസ് മുഴുവൻ ഈ ഭാഗവതത്തിലുണ്ട്. സോഷ്യൽ സ്റ്റഡി, മാത്തമാറ്റിക്സ്, വാട്ട് നോട്ട്. ഇത് ശാസ്ത്രഗ്രന്ഥം എന്നാണ് പറയുക. ശസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക എന്നർത്ഥം. നമ്മളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇതിൽ നിന്ന് കിട്ടും. സോ നൈസ് മനസ്സിലല്ലേ? അപ്പോൾ പൂർണ്ണനാം എന്നിൽ ഈ വണ്ണം പുത്രപ്രേമത്തിനാം പണി എന്നോർത്ത് ഒട്ടേറെ അലിവാർന്ന് അത്തരം നിജമായയാൽ മയക്കി മെല്ലവേ ചൊല്ലി മന്ദസ്മിത മനോഹരൻ. അവരെ മയക്കി മെല്ലെ ചിരിച്ചും കൊണ്ട് പറഞ്ഞു. മനോഹരൻ അണഞ്ഞു നിന്നമ്മയച്ചന്മാരെ അമ്പാൽ വിളിച്ചുടൻ മയക്കി മെല്ലവേ ചൊല്ലി മന്ദസ്മിത മനോഹരൻ അണഞ്ഞു നിന്ന്. അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അണഞ്ഞു നിന്ന് ഒന്ന് ചാരി നിന്നു, അമ്മയുടെ അടുത്തേക്ക് കെട്ടിപ്പിടിച്ചു. അമ്മ അച്ഛന്മാരെ അമ്പാൽ വിളിച്ചു. അച്ഛാ, അമ്മേ, അച്ഛാ, അമ്മേ, ഭാഗ്യമില്ലാന്നു സാധിച്ചില്ല ഞങ്ങൾക്കിന്നോളം ഈ വിധം അലിവാർന്ന അമ്മയച്ഛന്മാരുടെ ലാളനമേൽക്കുവാൻ. ഇതാണ് മായ. അണഞ്ഞു നിന്നു, 2 കൈകൊണ്ടും അച്ഛനമ്മ വസുദേവദേവികന്മാരെ ആലിംഗനം ചെയ്തു. അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയണു, ഭാഗ്യമില്ലാന്നു സാധിച്ചില്ല ഞങ്ങൾക്കിന്നോളം ഈ വിധം അലിവാർന്ന അമ്മയച്ഛന്മാരുടെ ലാളന ഏൽക്കുവാൻ. മാഴേണ്ടി വന്നു നിങ്ങൾക്കും ഞങ്ങൾ കാരണം ഇത്രയും. ഞങ്ങൾ കാരണം നിങ്ങൾ 2 പേർക്കും ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. 12 വയസ്സിൽ പറയുന്ന ഒരു വാക്കാണ് ഒരു കുട്ടി ആൺകുട്ടി അച്ഛനമ്മമാരോട്. കുട്ടിക്കാലത്തതേ പോലെ കാണാനൊത്തില്ല ഞങ്ങളെ. അതായത് നിങ്ങളുടെ സവിധത്തിൽ കളിച്ച് ചിറിച്ച് വളരേണ്ടതിന് സാധിച്ചില്ല. മഹത്താം മർത്യദേഹത്തെ തന്നു രക്ഷിപ്പതിൻ കടം വീട്ടുവാനാകുമോ മക്കൾ എത്ര താൻ യോഗ്യരാകിലും. ഞാൻ വെറുതെ ജോക്ക് പറഞ്ഞതല്ല നിങ്ങളുടെ അടുത്ത്, സത്യസന്ധമായിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. 6, 8, 10 അല്ലെങ്കിൽ 8, 10, 12 വയസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫിലോസഫി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആരും അധപ്പതിക്കില്ല. ഒരച്ഛനമ്മമാരും ദുഃഖം കൊണ്ട് ജീവിതം ഒടുക്കില്ല. ഒരു മക്കളും അച്ഛനമ്മമാരെ വിട്ടുപിരിയില്ല. മഹത്താം മർത്യദേഹത്തെ തന്നു രക്ഷിപ്പതിൻ കടം വീട്ടുവാനാകുമോ മക്കൾ എത്ര താൻ യോഗ്യരാകിലും. മക്കൾ എത്ര യോഗ്യന്മാരാണെങ്കിലും അച്ഛനമ്മമാർ, പ്രത്യേകിച്ച് അമ്മ
10 മാസം നമ്മളെ ചുമന്ന് ഈ ഒരു രൂപത്തിലാക്കി തന്നതിനുള്ള കടം വീട്ടാൻ എത്ര യോഗ്യന്മാരാണ് അവരെ കൊണ്ട് സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ആകയാൽ അമ്മകച്ചന്മാർക്കെന്നും മാവോളവും സ്വയം സേവനം ചെയ്യണം മർത്യൻ അല്ലെന്നാൽ നരകം ഫലം. ഞാനവിടെ നിർത്തുക. എന്താ പറഞ്ഞത്? അച്ഛനമ്മമാരെ നമ്മൾ വേണ്ട പോലെ ശ്രദ്ധിച്ച് സേവ ചെയ്തിട്ടില്ലെങ്കിൽ നരകം ഫലം. എത്ര കോടീശ്വരനായിക്കോട്ടെ. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ബാങ്ക് ക്രെഡിറ്റിൽ ഹിമാലയ പർവ്വതത്തിൻ്റെ അത്രയുണ്ട്. കാരണം എൻ്റെ അമ്മ 2010 സെപ്റ്റംബർ 5 മരിക്കുമ്പോൾ ഞാൻ ബോംബെയിലാണ്. ലാൻഡ് ഫോണിൽ ഏട്ടനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ മരിക്കുന്നത്. മരണം സ്ഥിരീകരിച്ചപ്പോൾ ചടുക്കനൊക്കെ കഴിഞ്ഞു. ഈശ്വരൻ കരുണാമയനാണ്. കാരണം നോക്കാൻ ആളില്ലാണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരു നെബുലൈസേഷൻ ചെയ്ത് മടങ്ങി വരാം എന്നുള്ള താല്പര്യത്തിൽ പുറപ്പെടുകയാണ്. അപ്പോഴാണ് മരണം സംഭവിക്കുന്നത്. ഇരുന്നിട്ടാണ് മരിക്കണത്. അപ്പോൾ ഞാൻ സംഗതി കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഈ ഹാൻഡ്സെറ്റ് മേശപ്പുറത്ത് വെച്ച് എൻ്റെ IIT ക്വാർട്ടേഴ്സിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ മുമ്പിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ മുമ്പിലുള്ള കടാവൾക്ക് വീണ്ടും നമസ്കരിച്ചു ഞാൻ. കാരണം എന്താ? കഷ്ടപ്പെടുത്താതെ കൊണ്ട് പോയില്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ 2012 റിട്ടയർ ചെയ്ത് ഇവിടെ വന്നപ്പോൾ എൻ്റെ അമ്മായിയമ്മ ഭയങ്കര പതറ്റിക് കണ്ടീഷനിലായിരുന്നു. അപ്പോൾ 2012 ആഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി അവരുടെ തറവാട്ടിൽ നിന്ന് ഞാൻ കയറ്റിയിട്ടുള്ള വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു. 2015 ജൂൺ 22 അവർ മരിക്കണത്. എൻ്റെ മടി കിടന്നിട്ട് ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു എന്നർത്ഥം. അതാണ് സന്തോഷം. അതിനൊക്കെ കാരണം എന്താ? ഈ സബ്ജക്റ്റ് തലയ്ക്കിങ്ങനെ മത്തടിച്ച് നിൽക്കണം. അപ്പോൾ സേവ ചെയ്യാനുള്ള സന്ദർഭം നമ്മൾ ഒഴിവാക്കരുത്. എത്ര കാശ് നഷ്ടം വന്നാലും, എത്ര ശരീരവല്ലായ്മകളുണ്ടായാലും അച്ഛനമ്മമാരെ, ഫാദറുള്ളവനെയും മദറുള്ളവനെയും ഒക്കെ നോക്കി രക്ഷിക്കുക. തനിക്ക് വേണ്ടി വന്നാൽ ചിലപ്പോൾ അവരവരുടെ മക്കളെ നോക്കി മരിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ട്. നമ്മളതൊന്നും ഒഴിവായിട്ട് കാര്യമില്ല. ഇനി അയലോക്കക്കാരനെയാണോ? അങ്ങനെയും വരാം. അപ്പം എന്താ പറഞ്ഞ്? ആകയാൽ അമ്മച്ചന്മാർക്കെന്നും മാവോളവും സ്വയം സേവനം ചെയ്യണം മർത്യൻ അല്ലെന്നാൽ നരകം ഫലം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും പുതുതായിട്ട് കേൾക്കുന്ന ആൾക്കാർ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.